നമസ്കാരം. KTCയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ചെലാനെ പറ്റിയാണ് പറയുന്നത്. ചെലാൻ നമ്മൾ നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിലും നോൺ ബാങ്കിങ് ട്രഷറിയുടെ പ്രത്യേകത എന്താ? ചെലാൻ പൂരിപ്പിച്ച് പണം അടയ്ക്കേണ്ടത് ബാങ്കിലായിരിക്കും. ട്രഷറി വേറെ, ബാങ്ക് വേറെ, അങ്ങനെയായിരിക്കും. എന്നാൽ ബാങ്കിങ് ട്രഷറി ആകുമ്പോൾ എല്ലാ ഇടപാടും ട്രഷറി തന്നെ നടക്കും. നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ പോലും നമ്മൾ ഒരു ചെലാൻ പൂരിപ്പിച്ചു, അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്, പർപ്പസ്, അതൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടത് ട്രഷറി ഉദ്യോഗസ്ഥർ തന്നെയാണ്. അത് വെരിഫൈ ചെയ്ത് അവർ ഇനീഷ്യലി ചെയ്ത് തന്നിട്ട് മാത്രമേ നമ്മൾ ബാങ്കിലായാലും പണം അടയ്ക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, അത് തെറ്റിയിട്ടുണ്ടോ നോക്കണം. പർപ്പസും ഹെഡ് ഓഫ് അക്കൗണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തി അവരത് വെരിഫൈ ചെയ്യും. അതിന്റെ ഒരു ഉത്തരവാദിത്തം, ചെലാൻ വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ട്രഷറിയിലെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതും ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള പണത്തെ അനാമത്തുകൾ എന്ന് പറയും. അനാമത്തുകൾ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, അത് അനാമത്ത് പണമാണ്. അത് ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ ട്രഷറി ബാലൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. ട്രഷറി ബാലൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല, എന്നാൽ ട്രഷറിയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം പലതായിരിക്കും. ട്രഷറി ടൈമിന് ശേഷം വന്ന പണമായിരിക്കാം, ദൂരെ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടുവന്നപ്പോൾ ലേറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ട്രഷറി സ്ട്രോങ് റൂമിൽ നമുക്ക് സൂക്ഷിക്കാം, പക്ഷെ ട്രഷറി ബാലൻസിന്റെ കണക്കിൽ അത് വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ട്രഷറി പ്രവർത്തിക്കാതിരുന്നപ്പോൾ കൊണ്ടുവന്ന വില്ലേജ് റെമിറ്റൻസ്, അതൊരു അനാമത്താണ്. അത് ട്രഷറി ബാലൻസിൽ വന്നിട്ടില്ല, എന്നാൽ അത് വെക്കുന്നത് എവിടെ? ട്രഷറി സ്ട്രോങ് റൂമിലാണ് വെക്കേണ്ടത്. ദൂരെ നിന്നും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന പണം, അതും അനാമത്താണ്. അനാമത്തായിട്ട് നമുക്ക് കണക്കാക്കാം. സുരക്ഷിത കസ്റ്റഡിയിലേക്കായി മറ്റേതെങ്കിലും ഓഫീസിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ചെസ്റ്റ്, ഇതൊക്കെ വെച്ചിരിക്കുന്നത് ട്രഷറി സ്ട്രോങ് റൂമിലാണ്, പക്ഷെ കണക്കിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇതൊക്കെ അടുത്ത പ്രവൃത്തി ദിവസം ട്രഷറി തുറക്കുമ്പോൾ ഇത് ട്രഷറി ബാലൻസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ അനാമത്തുകളൊക്കെ തന്നെ ട്രഷറി ബാലൻസിൽ ഉൾപ്പെടുത്തണം. ഇനി നമ്മൾ പണം അടയ്ക്കുന്നത് ചെലാൻ ഉപയോഗിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. സിംഗിൾ ചെലാൻ ആണെങ്കിൽ എന്ത്? നമ്മൾ ബാങ്കിൽ പൈസ അടയ്ക്കുന്ന പോലെ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുക, സ്ലിപ്പും കൊടുക്കുക, പൈസയും കൊടുത്ത് അടച്ചു. സിംഗിൾ ചെലാൻ. ചെലാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ, രണ്ട് ഭാഗമുള്ള ചെലാനാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാണ്? 3 ഭാഗമുള്ള ചെലാനാണ്. അപ്പൊ 2 ഭാഗമുള്ള ചെലാനാണെങ്കിൽ ഒറിജിനൽ പാർട്ടിക്ക് കൊടുക്കും, മറ്റത് രേഖകളിൽ സൂക്ഷിക്കും. ഇനി 3 എണ്ണം ഉള്ളതാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. 3 ഭാഗമുള്ള ചെലാനാണെങ്കിൽ ഒറിജിനൽ പാർട്ടിക്ക് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റ് രേഖകളിൽ സൂക്ഷിക്കും. മൂന്നാമത്തത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആരാണോ, നമ്മൾ മൂന്ന് ഭാഗമുള്ള ചെലാൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു പാർട്ടിയെ, ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണാതെ മറ്റൊരു സ്ഥലത്ത് പണം അടയ്ക്കുമ്പോഴാണ് 3 ഭാഗം ഉപയോഗിക്കുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ ഫീസ് അടയ്ക്കുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ട്രഷറിയിലായിരിക്കും പണം അടയ്ക്കുന്നത്. അപ്പോൾ പരീക്ഷാ കൺട്രോളറെ നമ്മൾ കാണുന്നില്ല, അയാൾക്ക് വേണ്ടിയിട്ടാണ്, യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർക്ക് വേണ്ടിയിട്ടാണ് പണം അടയ്ക്കുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ, സമയങ്ങളിൽ നമ്മൾ 3 ഭാഗമുള്ള ചെലാനാണ് ഉപയോഗിക്കുന്നത്. അത് മൂന്നാമത്തത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. ഇനി എക്സൈസ് റവന്യൂ, എക്സൈസിന്റെ റവന്യൂ സ്വീകരിക്കുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറോ ഉന്നത അധികാരിയോ കൗണ്ടർ സൈൻ ചെയ്ത സിംഗിൾ ചെലാൻ ഉപയോഗിക്കണം. എക്സൈസ് റവന്യൂ സ്വീകരിക്കുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറോ ഉന്നത അധികാരിയോ കൗണ്ടർ സൈൻ ചെയ്ത സിംഗിൾ ചെലാൻ ഉപയോഗിച്ചാൽ മതി. അതിന്റെ റെസീറ്റ് TR 14ലാണ്, TR 14ലാണ് അതിന്റെ റെസീറ്റ്. ഇപ്പോൾ ഒറ്റ റെസീറ്റ് കൊടുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ട്രഷറിയിലുണ്ട്. ഇപ്പൊ SSLC കുട്ടികളുടെ ഫീസ് ഒരുമിച്ച് ട്രഷറിയിൽ അടച്ചാൽ ഒറ്റ റെസീറ്റ് നൽകിയാൽ മതി. ഇപ്പൊ 100, 700, 600 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഓരോ കുട്ടിയുടെയും ഫീസ് ആയിരിക്കും അടയ്ക്കുക. പക്ഷെ നമ്മൾ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് ഒറ്റ റെസീറ്റ് നൽകിയാൽ മതി. ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഓരോ മാസത്തെയും റെസീറ്റ് നമ്മൾ കൊടുക്കണം. ആര് കൊടുക്കണം? ട്രഷറി കൊടുക്കണം. അത് കൊടുക്കുന്നത് ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ, ഓരോ മാസത്തെയും ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസർക്ക് കഴിഞ്ഞ മാസം സ്വീകരിച്ച ഫോറസ്റ്റ് റെമിറ്റൻസിന്റെ തുകയ്ക്ക് കൺസോളിഡേറ്റഡ് റെസീറ്റ് അയച്ചു കൊടുക്കണം. ഇപ്പൊ കഴിഞ്ഞ മാസം സ്വീകരിച്ച പല ദിവസങ്ങളിലായിട്ട് പല സംഖ്യകൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കഴിഞ്ഞ മാസം സ്വീകരിച്ച മുഴുവൻ തുകയ്ക്കും കൂടി കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു റെസീറ്റ് എന്ന് കൊടുക്കണം ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ. കഴിഞ്ഞ മാസത്തേത് മുഴുവനായിട്ടും ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ ആർക്ക് കൊടുക്കണം? ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസർക്ക് ഈ സ്വീകരിച്ച പണത്തിന്റെ മുഴുവൻ ഒരു റെസീറ്റ്, ഒരു കൺസോളിഡേറ്റഡ് റെസീറ്റ് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്വീകരിച്ച പണത്തിന്റെ റെസീറ്റുകളും സിംഗിൾ റെസീറ്റുകളും കൺസോളിഡേറ്റഡ് റെസീറ്റുകളും ഒക്കെ കൊടുക്കേണ്ടതിന്റെ നടപടിക്രമങ്ങൾ ATCയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി പൊതുമരാമത്ത് വകുപ്പിന് ഒരു മാസത്തെ കൺസോളിഡേറ്റഡ് റെസീറ്റ് അയച്ചു കൊടുക്കും. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PWD-യുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ട്രഷറിയിലും ബാങ്കിലും ഒക്കെ തുടർച്ചയായിട്ട് പണം ഒടുക്കേണ്ടി വരുന്ന ഒരു സെക്ഷനാണ് ഈ PWD. അതുകൊണ്ട് അവർ ചെലാൻ തന്നെ ഉപയോഗിക്കാറില്ല. അവർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവർക്ക് റെമിറ്റൻസ് ബുക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ബുക്കിൽ ചേർത്തി പോവാണ്. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിന് ഒരു മാസത്തെ കൺസോളിഡേറ്റഡ് റെസീറ്റ് അയച്ചു കൊടുക്കണം. ഇതേമാതിരി മൊത്തം റെമിറ്റൻസിന് ഒരു മാസം കഴിയുമ്പോൾ കൺസോളിഡേറ്റഡ് റെസീറ്റ് ട്രഷറി അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇപ്പൊ ചെലാനെ പറ്റിയും റെസീറ്റിനെ പറ്റിയുമാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ചെസ്റ്റിലുള്ള പണം. സർക്കാർ ഓഫീസുകളിൽ, ട്രഷറിയിലല്ല, സർക്കാർ ഓഫീസുകളിൽ ഗവൺമെന്റ് ജീവനക്കാര് സ്വീകരിക്കുന്ന പണം അടയ്ക്കുന്നത് വരെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, എല്ലാ ഓഫീസുകളിലും ഒരു ക്യാഷ് ചെസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അതിനകത്ത് പണം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഒരു ക്യാഷ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, ഒരു ചെറിയ ബോക്സ്. പക്ഷെ നിയമപരമായിട്ട് ട്രഷറി റൂൾ അനുസരിച്ച് ഇപ്പൊ ഒരു ക്യാഷ് ബുക്ക് എടുത്തിട്ട് ക്യാഷ് ബുക്കിൽ 100 രൂപ ബാക്കിയുണ്ട്, ബാലൻസ് 100 രൂപ ക്യാഷ് ബുക്ക് പ്രകാരമുണ്ട് എങ്കിൽ ആ 100 രൂപ ആ ക്യാഷ് ചെസ്റ്റിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഓഫീസിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട സാധനമാണ് ക്യാഷ് ചെസ്റ്റ്. ഇത് വെരിഫൈ ചെയ്യപ്പെടും. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇൻസ്പെക്ഷൻ വിങ്ങുകാരുണ്ട്. ആ ഇൻസ്പെക്ഷൻ വിങ്ങുകാർ എപ്പോഴെങ്കിലും ഇവിടെ നമ്മൾ ഓഫീസുകളിൽ കയറിയാൽ അത് അവര് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അവരെ കൊണ്ട് സർപ്രൈസ് വിസിറ്റ് നടത്തിക്കാറുണ്ട്. അങ്ങനെ നടത്തിച്ചാൽ ഇപ്പൊ ഒരു ഓഫീസില് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്പെക്ഷൻ വിങ് കയറി എന്ന് വെച്ചോ, ആദ്യം അവർ ചോദിക്കുക ക്യാഷ് ബുക്ക് എവിടെയെന്നാ. ക്യാഷ് ബുക്ക് എടുത്തോണ്ട് കൊടുത്ത്, ക്യാഷ് ബുക്ക് തന്നെ മര്യാദയ്ക്ക് എഴുതിയിട്ടില്ലെങ്കിൽ ഒരാഴ്ചക്ക് എഴുതാനുണ്ടെങ്കിൽ അവിടെ തന്നെ അവര് നമുക്ക് പണി തന്നിട്ടുണ്ടാവും. ഇനി ക്യാഷ് ബുക്ക് എല്ലാം കൃത്യമായിട്ട് എഴുതി, ക്യാഷ് ബാലൻസ് 150 രൂപ, ഈ ക്യാഷ് ബുക്കിന്റെ അവസാനം ക്യാഷ് ബാലൻസ് 150 രൂപ എന്ന് കണ്ടിട്ടുണ്ട്. ആ 150 രൂപ ചെസ്റ്റ് എടുക്കാൻ പറയും, ക്യാഷ് ചെസ്റ്റ് എടുക്കാൻ പറയും. ആ 150 രൂപ ക്യാഷ് ചെസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഇത് റൂളാണ്. അത് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്താൽ പോരാ. ക്യാഷ് ചെസ്റ്റില് പൂട്ടും താക്കോലും ഉപയോഗിച്ച് അതിലുണ്ട്. ആ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പെട്ടിയാവാം, അതൊരു അലമാരിയിൽ സൂക്ഷിക്കുന്നതാവാം, അല്ലെങ്കിൽ സേഫിൽ സൂക്ഷിക്കുന്ന ചെറിയൊരു പെട്ടിയാവാം. പെട്ടി ലേശം കൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം എല്ലാ ഓഫീസിലും ഉണ്ടായിരിക്കണം, ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഫിനാൻസുകാർ വരുമ്പോൾ അത് സാറേ പൈസ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇതിനെ ക്യാഷ് ചെസ്റ്റ് എന്ന് ചോദിക്കരുത്. ഇത് നിയമപരമായിട്ട് ട്രഷറി റൂൾ പ്രകാരം എല്ലാ ഓഫീസുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയും. ക്യാഷ് ചെസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വലിയ തുക ചെസ്റ്റിൽ ഉള്ളപ്പോൾ ഇരട്ട പൂട്ടിട്ട് സംരക്ഷിക്കണം. താക്കോല് 2 വ്യത്യസ്ത ജീവനക്കാര് സൂക്ഷിക്കണം. അപ്പോൾ ചെസ്റ്റില് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അടയ്ക്കാനുള്ള പൈസ അടച്ചില്ല, ഒരു ദിവസം ഇവിടെ വെക്കാം, അങ്ങനെ വലിയ തുക ഉണ്ടെങ്കിൽ 2 പൂട്ടിട്ട് ഈ ചെസ്റ്റ്
ഒരു പൂട്ടിന്റെ താക്കോൽ ഒരു ജീവനക്കാരൻ, വേറൊരു പൂട്ടിന്റെ താക്കോൽ വേറൊരു ജീവനക്കാരനും സൂക്ഷിച്ച് ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. അപ്പൊ രാത്രിയിൽ കള്ളം കയറിയാലോ എന്നൊരു ചോദ്യം ഇതിനകത്ത് ചോദിക്കും. കള്ളം കയറൂല, കാരണം വാച്ച്മാൻ ഉണ്ടാവും. ഇത്തരം ഓഫീസുകളിൽ വാച്ച്മാൻ ഉണ്ടായിരിക്കും. അതും നമ്മൾ മനസ്സിലാവുക. അപ്പൊ അത്തരം സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഈ പണം സർക്കാർ ഓഫീസിലെ നമ്മൾ ഈ ചെസ്റ്റിൽ വെച്ച പണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒരു മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ സൂക്ഷിക്കണം. അതിൽ അയാൾ ഒപ്പിട്ടിട്ട് തീയതി വെക്കണം. വെരിഫൈ ചെയ്ത് പൈസ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇത്ര രൂപ ഉണ്ട്, അത് അയാൾ അടിയിൽ ഒപ്പിട്ടിട്ട് ഇത് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്, ഫിസിക്കലി വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നൊക്കെ എഴുതി അടിയിൽ ഒപ്പിട്ടിട്ട് ഈ മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ അദ്ദേഹം സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് വീണ്ടും പറയുന്നത്. ഗവൺമെന്റ് ഓഫീസിലെ ക്യാഷ് അക്കൗണ്ടുകൾ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻ വിങ്ങിനെ കൊണ്ട് ആകസ്മിക പരിശോധന, അതായത് സർപ്രൈസ് വിസിറ്റ് നടത്തിക്കേണ്ട ഒരു അറേഞ്ച്മെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണം. അപ്പൊ എല്ലാ ഓഫീസുകളിലും, ഗവൺമെന്റ് ഓഫീസുകളിലെ ക്യാഷ്, പിന്നെ സ്റ്റോർ അക്കൗണ്ടുകൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്പെക്ഷൻ വിങ്ങിനെ കൊണ്ട് സർപ്രൈസ് വിസിറ്റ് നടത്തിക്കാനുള്ള ഒരു സംവിധാനം അതിപ്പോ ഉണ്ട്. അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തണം എന്നാണ് പറയുക. ഇനി നമ്മൾ അടുത്തത് ട്രഷറിയുടെ കൈവശമുള്ള പണത്തെ പറ്റിയാ പറയുന്നത്. ഈ ട്രഷറി ക്യാഷ് ബാലൻസ് എന്ന് പറയുന്ന അത് ഏറിയ ഭാഗവും സ്ട്രോങ് റൂമിൽ ഡബിൾ ലോക്കിന് കീഴിലാണ് സൂക്ഷിക്കേണ്ടത്. ഡബിൾ ലോക്കിന് കീഴിൽ, ഡബിൾ ലോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് പൂട്ടും, ആ രണ്ട് പൂട്ട് ഉണ്ടായിരിക്കുക, ആ രണ്ട് പൂട്ടിനും വ്യത്യസ്ത തരം താക്കോലുകളും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ലോക്ക് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറുടെ കൺട്രോളിലായിരിക്കും, മറ്റേ പൂട്ട് ചീഫ് ട്രഷററുടെ കൺട്രോളിലുമായിരിക്കും. അപ്പൊ രണ്ട് പൂട്ടായി. ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറുടെ പൂട്ടുന്ന ഒരു പൂട്ട്, ചീഫ് ട്രഷറർ പൂട്ടുന്ന മറ്റേ പൂട്ട്. ഈ പൂട്ടുമ്പോഴും തുറക്കുമ്പോഴും ഈ ട്രഷറി സ്ട്രോങ് റൂം പൂട്ടുമ്പോഴും തുറക്കുമ്പോഴും ആരൊക്കെ ഉണ്ടായിരിക്കണം? ഈ ഡബിൾ ലോക്ക് കസ്റ്റോഡിയൻസ് ഉണ്ടായിരിക്കണം. ഡബിൾ ലോക്ക് കസ്റ്റോഡിയൻസ് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറും ചീഫ് ട്രഷറുമാണ്. അവർ രണ്ടുപേരും ഉണ്ടായിരിക്കണം തുറക്കുമ്പോൾ. പൂട്ടുമ്പോഴും അങ്ങനെ തന്നെ, തുറക്കുമ്പോഴും അങ്ങനെ തന്നെ. ഒരു ദിവസം ലാസ്റ്റ് പൂട്ടി താക്കോല് സബോർഡിനേറ്റെ കൊണ്ട് ലെതർ ബാഗിൽ വെച്ച് സീൽ ചെയ്ത് വാങ്ങണം. അങ്ങനെ അതിൻ്റെ ഒരു നടപടിക്രമം. അവസാനമായിട്ട് ഒരു ദിവസത്തെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഈ സ്ട്രോങ് റൂം പൂട്ടി, സബോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ OAമാരോ അറ്റൻഡർമാരോ ഉണ്ടാവും ട്രഷറിയിൽ. അവരെ കൊണ്ട് ഈ താക്കോല് ഒരു ലെതർ ബാഗിൽ വെച്ച് ആ ലെതർ ബാഗ് സീൽ ചെയ്തിട്ട് ഇവർ വാങ്ങണം. ഈ കസ്റ്റോഡിയൻസ് രണ്ടുപേർക്കും രണ്ട് താക്കോൽ അതുപോലെ വാങ്ങണം എന്നാണ് KTC പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ട്രഷറിയുടെ ഒരു സുഗമമായ നടത്തിപ്പിന് കുറച്ച് പൈസ ട്രഷറർക്ക് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം. ട്രഷറി നന്നായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി. മുമ്പത് 5000 രൂപയായിരുന്നു, ഇപ്പൊ അത് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ട്രഷറിയുടെ നടത്തിപ്പിന് അത്തരത്തിലൊരു സംഖ്യ ട്രഷററിന് സ്വകാര്യ കസ്റ്റഡിയിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനും KTC പ്രൊവിഷൻ നൽകുന്നുണ്ട്. ഇനി ട്രഷറി ബാലൻസ്, ഗവൺമെന്റിന്റെ ക്യാഷ് ബാലൻസിന്റെ ഭാഗമായിട്ട് ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പണമാണ് ട്രഷറി ബാലൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ക്യാഷ് ബാലൻസിന്റെ ഭാഗമായിട്ട് ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പണമാണ് ട്രഷറി ബാലൻസ്. അതാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറയുന്നത്. ഈ ട്രഷറി ബാലൻസ് കൂടാതെ കറൻസി ചെസ്റ്റ് ബാലൻസ് ഉണ്ട്. ഇപ്പൊ കറൻസി ചെസ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് സാധാരണ ട്രഷറിയിലെ ട്രഷറി ബാലൻസ് കൂടാതെ ഒരു പ്രത്യേക കറൻസി ചെസ്റ്റും ട്രഷറിയിൽ സൂക്ഷിക്കാറുണ്ട്. കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഇപ്പോൾ സർക്കുലേഷനിൽ ഇല്ലാത്തതായി കണക്കാക്കുന്ന നോട്ടുകളും ഭാഗികമായിട്ട് നാണയങ്ങളും സ്വർണ്ണ നാണയം ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കറൻസി ചെസ്റ്റില് പ്രധാനമായിട്ട് അടങ്ങിയിരുന്നത് നോട്ട്സ് ഇൻ സർക്കുലേഷൻ, നോട്ട് ഇൻ സർക്കുലേഷൻ എന്ന് നമ്മൾ പറയാം. അതായത് നിലവില് ഭാഗികമായിട്ട് ഇപ്പോൾ സർക്കുലേഷൻ ഇല്ലാത്ത നോട്ടുകളും
നാണയങ്ങളും സ്വർണ്ണ നാണയം അടക്കം ചേരുന്നതാണ് ഈ കറൻസി ചെസ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ കറൻസി ചെസ്റ്റ് ബാലൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധീനതയിലാണ്, കീഴിലാണ് ഉണ്ടായിരിക്കുക. അത് ഇവിടെ നമ്മൾ ഈ കറൻസി ചെസ്റ്റ് ബാലൻസിന്റെ ഒക്കെ ഒരു കൺട്രോളർ എന്ന് പറയുന്നത് പിന്നെ RBIയുടെ ചെന്നൈ ഓഫീസാണ്. RBI ചെന്നൈ ഓഫീസാണ് ഈ കൺട്രോളൊക്കെ നടത്തുന്നത്. കറൻസി ചെസ്റ്റ് ബാലൻസിലെ അഡീഷനും ഒക്കെ കൃത്യമായിട്ട് അപ്പപ്പോൾ അറിയിക്കേണ്ട ഉദ്യോഗസ്ഥൻ റിസർവ് ബാങ്ക് ചെന്നൈയാണ്. ഇനി ഒരു റൂം ട്രഷറിയിൽ സ്ട്രോങ് റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ട്രഷറിയിലെ തന്നെ ഒരു റൂം അവിടെ സ്ട്രോങ് റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിന് താഴെയല്ലാത്ത ഒരു ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഒരു സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു റൂം നമുക്ക് ട്രഷറി ഓഫീസർ തീരുമാനിക്കാം, നമുക്ക് ഈ റൂം സ്ട്രോങ് റൂമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പറ്റില്ല. അതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ താഴെയല്ലാത്ത, റാങ്കിന് താഴെയല്ലാത്ത ഒരു ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഈ റൂമിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ മാത്രമേ, അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ റൂം എന്തായിട്ട് ട്രഷറി സ്ട്രോങ് റൂമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നു, നമ്മൾ ട്രഷറിയിൽ നമ്മൾ ഒരു റൂം സ്ട്രോങ് റൂമായിട്ട് എടുത്തു. എന്നാലും ഓരോ വർഷവും വാർഷിക പരിശോധന നടത്തി സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണം. അത് ട്രഷറി ഓഫീസറുടെ പണിയാണ്, വാങ്ങി സൂക്ഷിക്കൽ. ആരാ അപ്പോഴും തരേണ്ടത് സർട്ടിഫിക്കറ്റ്? ഈ സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് വാർഷിക അടിസ്ഥാനത്തിൽ ഓരോ കൊല്ലവും നൽകേണ്ടത് ഈ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിന് താഴെയല്ലാത്ത ഉദ്യോഗസ്ഥനാണ്. ഇനി ട്രഷറിയിൽ സുരക്ഷാ ഭടന്മാരുണ്ടാവും, കാവൽക്കാർ. അത് എല്ലാം പോലീസാണ്. ആ കാവൽക്കാരെ സംബന്ധിച്ചുള്ള, സുരക്ഷാ ഭടന്മാരെ സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകേണ്ടത് സൂപ്രണ്ട് ഓഫ് പോലീസ്, SP, ജില്ലാ SP ആണ് അതിന്റെ ഉത്തരവ് നൽകേണ്ടത്. ആരൊക്കെ എവിടൊക്കെ നിൽക്കണം, ആരൊക്കെ നിൽക്കണം, ഏതൊക്കെ ദിവസങ്ങളിൽ നിൽക്കണം, ഇതിന്റെയൊക്കെ ഉത്തരവിടുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. ഇനി ജില്ലാ ട്രഷറിയിലും സബ് ട്രഷറിയിലും ഉപയോഗിക്കുന്ന എല്ലാ പൂട്ടുകളെയും താക്കോലുകളെയും സംബന്ധിച്ച ഒരു രജിസ്റ്റർ TR-29 TR-29 സൂക്ഷിക്കേണ്ടതാണ്. പൂട്ടും താക്കോലിനും വേണ്ടി ഒരു രജിസ്റ്റർ. അപ്പോൾ അതിന്റെ ലോക്ക് നമ്പർ ഒക്കെ ഉണ്ടാവും. ആ ഒരു സെറ്റപ്പ് എല്ലാം അടങ്ങിയ ഒരു പിന്നെ രജിസ്റ്റർ നമ്മൾ ഫോറം TR-29 സൂക്ഷിക്കണം. ഇത് നിർബന്ധമാണ്. ട്രഷറിയിലായാലും ജില്ലാ ട്രഷറിയിലായാലും സബ് ട്രഷറിയിലായാലും പൂട്ടിനെയും താക്കോലിനെയും സംബന്ധിച്ചിട്ടുള്ള രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അത് ഓഡിറ്റ് സമയത്ത് ഹാജരാക്കേണ്ടത്. ഓഡിറ്റബിൾ ആണ് ആ രജിസ്റ്റർ. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആണ് കാര്യം. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി ട്രഷറിയിലെ പാഡിലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാഡിലോക്ക് സാധനമുണ്ട്. അത് അങ്ങനെയാ പറയുന്നത്. ആ പ്രവർത്തനരഹിതമായ കേടുവന്നു, പാഡിലോക്ക് കേടുവന്നാൽ ആയത് PWD എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ തിരികെ അയച്ചു കൊടുത്ത് റിപ്പയർ ചെയ്യണം. പാഡിലോക്ക് കേട് വന്നാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു കൊല്ലനെ വിളിച്ചിട്ടോ അല്ലെ വർക്ക്ഷോപ്പിലെ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ടോ ഒന്നും അത് റിപ്പയർ ചെയ്യാൻ പാടുള്ളതല്ല. അത് ആർക്ക് അയച്ചു കൊടുക്കണം? PWD എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്ക് അത് തിരികെ അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ട്രഷറിയിലെ സ്പെയർ പാഡിലോക്ക് സൂക്ഷിക്കാനും പാടില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചാവി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് ഉണ്ടാവരുത് ട്രഷറിയിൽ. ഡ്യൂപ്ലിക്കേറ്റ് പാഡിലോക്ക് ഉണ്ടാവരുത്, ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാവരുത്. ഇതൊക്കെ ട്രഷറിയിലെ പൂട്ടും താക്കോലും നിയമങ്ങളിൽ വരുന്നതാണ്. ഇനി വാല്യുബിൾസ്, ട്രഷറിയിലെ വാല്യുബിൾസ്, വിലപിടിച്ച വസ്തുക്കളൊക്കെ ഇരുമ്പ് പെട്ടിയിലോ തടിപ്പെട്ടിയിലോ സൂക്ഷിക്കാം. അത് ഡബിൾ ലോക്കാണ് സിസ്റ്റം. 2 പൂട്ടുകൾ ഇട്ട് ആ താക്കോല് സൂക്ഷിക്കുന്ന രീതിയാണ്. നോട്ട്സ്, സാധാരണ നോട്ടുകൾ ഈ വല പോലുള്ള നെറ്റുകളിലാണ് സൂക്ഷിക്കുന്നത് എന്നാണ് KTC പറയുന്നത്. നെറ്റുകളിൽ നോട്ടുകൾ സൂക്ഷിക്കുക. പൂട്ട് പിന്നെ വാല്യൂബിൾസ് നെറ്റിൽ സൂക്ഷിച്ചിട്ട് പുറത്തിടുക എന്നല്ല, എല്ലാം ഇതിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ നോട്ട്സ് മാത്രം വേറെ നെറ്റിലാക്കിയിട്ടാണ് നമ്മൾ
സൂക്ഷിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പിന്നെ ട്രഷറിയിലുള്ള പണം സൂക്ഷിക്കല്, അതിലെ പോലീസുകാരുടെ ഡ്യൂട്ടി, പിന്നെ സ്ട്രോങ് റൂം എങ്ങനെയാണ്, കറൻസി ചെസ്റ്റ് ബാലൻസ് എങ്ങനെയാണ്, ആരൊക്കെയാണ് ഡബിൾ ലോക്കിംഗ് കൺട്രോളർ, ആരൊക്കെയാണ് ഈ താക്കോലുകൾ സൂക്ഷിക്കുന്നത്, പൂട്ടുമ്പം തുറക്കുമ്പോൾ ഇവരുണ്ടായിരിക്കണം, താക്കോലുകൾ ലെതർ ബാഗിൽ വെച്ച് സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും, സീൽ ചെയ്ത് വാങ്ങുകയാണ് വേണ്ടത്. പിന്നെ ട്രഷറർക്ക് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാവുന്ന പണമുണ്ട്. ട്രഷറിയുടെ സുഗമമായ നടത്തിപ്പിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് സ്ട്രോങ് റൂമിന് വേണം. അത് വാർഷിക പരിശോധന നടത്തിയിട്ട് സ്ട്രോങ് റൂമിന് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. പിന്നെ സൂപ്രണ്ട് ഓഫ് പോലീസാണ് പിന്നെ പോലീസുകാരെ സുരക്ഷയ്ക്ക് നിയോഗിക്കുന്നത്. പിന്നെ പൂട്ടും താക്കോലിനെ സംബന്ധിക്കുന്ന ഒരു രജിസ്റ്റർ TR-29 വെച്ചിട്ടുണ്ടാവണം. പാഡ്ലോക്ക് റിപ്പയർ ചെയ്യാൻ ലോക്കലായിട്ട് റിപ്പയർ ചെയ്യാൻ പാടില്ല. സ്പെയർ പാഡ്ലോക്കും ഡ്യൂപ്ലിക്കേറ്റ് കീ ഒന്നും ട്രഷറികളിൽ സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ വളരെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എത്രയോ ചിട്ടയോടുകൂടിയാണ്, എത്ര കൃത്യമായിട്ടാണ്, എത്ര നിയമപരമായിട്ടാണ്, എത്ര റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് നടക്കുന്നത് എന്ന് ഞാനത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് അതാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒരു ക്ലാസ് കൂടി കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പറയാം. ഇവിടെ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ 7ാമത്തെ എപ്പിസോഡ് പിന്നെ കേട്ട എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ ക്ലാസ്സുകൾ KSR, KER, MOP ഇത്രയാണ് കഴിഞ്ഞത്. അതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മടിക്കരുത്. ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.